നമ്പൂതിരിയുടെ പരീക്ഷ എഴുതാതെ എഞ്ചിനീയറായി എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ? മരപ്പണിക്കാരനായിരുന്നു ജെയിംസിൻ്റെ അച്ഛൻ. നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനം. ജെയിംസ് ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ പോകാറുണ്ടായിരുന്നു. പണിയായുധങ്ങളൊക്കെ എടുത്തു നോക്കുകയാണ് ആ ബാലൻ്റെ വിനോദം. അമ്മ കാപ്പി തിളപ്പിക്കുമ്പോൾ കാപ്പിക്കലത്തിൻ്റെ മൂടിയിലേക്കാണ് അവൻ്റെ നോട്ടം. ആവിയിൽ പാത്രത്തിൻ്റെ മൂടി ഇളകുന്നത് നോക്കി ഇരിക്കാൻ എന്തൊരു രസം! ഇവൻ വലിയ എഞ്ചിനീയർ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ജെയിംസിനെ വാത്സല്യത്തോടെ നോക്കി അച്ഛൻ പറഞ്ഞു. നന്നായി പഠിക്കണം കേട്ടോ, അമ്മ ഉപദേശിച്ചു. മകൻ തലകുലുക്കി. പക്ഷേ ഒന്നും നടന്നില്ല. രോഗിയായിരുന്നു ജെയിംസ്. മെലിഞ്ഞുണങ്ങിയ ശരീരം, ഏതു നേരവും തലവേദന. സ്കൂളിൽ പോയി നേരാവണ്ണം പഠിക്കാൻ അവനു കഴിഞ്ഞില്ല. പനിയും ചുമയും തലവേദനയും ശ്വാസം മുട്ടലും എന്നു വേണ്ട, എന്നും ദണ്ണം തന്നെ. മിക്കവാറും ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ നിന്ന് അവധിയെടുത്തു. ഹാജർ വളരെ കുറവ്. സ്കൂൾ അധികൃതർക്ക് പരാതി. ഇങ്ങനെ പോയാൽ ഇവൻ്റെ ഭാവി എങ്ങനെയായിത്തീരും? അധ്യാപകർ ചോദിച്ചു. ഒടുവിൽ സ്കൂളിലേക്കുള്ള പോക്ക് നിർത്തി. ഇവനെ ഇനി ഞാൻ പഠിപ്പിക്കാം, അമ്മ പറഞ്ഞു. വീട്ടിലിരുന്നായി പഠനം. അമ്മ വായിക്കാൻ പഠിപ്പിച്ചു, അച്ഛൻ എണ്ണാൻ പഠിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും അച്ഛൻ്റെ വരുമാനം കുറഞ്ഞു. കിട്ടാനുണ്ടായിരുന്ന കുടുംബസ്വത്ത് നഷ്ടപ്പെട്ടു. അതിനിടെ അമ്മയുടെ മരണം. ആ കുടുംബം കടത്തിൽ മുങ്ങി. എന്തു ചെയ്യും? പക്ഷേ ആരോട് പരാതി പറയാൻ? അവൻ കൂടുതൽ വായിച്ചു. അതിനിടെ ജെയിംസിന് ഗ്ലാസ്ഗോ സർവകലാശാലയിൽ ഒരു ചെറിയ ജോലി കിട്ടി. അവിടെ വച്ചാണ് യന്ത്രങ്ങളുമായി അവൻ പരിചയത്തിലായത്. ജെയിംസിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു യന്ത്രങ്ങളുമായുള്ള ചങ്ങാത്തം. ഓരോ യന്ത്രത്തെയും അവൻ ശരിക്കും പഠിച്ചു. എഞ്ചിനീയറിംഗ് പുസ്തകങ്ങൾ അവൻ തേടിപ്പിടിച്ചു. അതോടെ പുതിയ ആശയങ്ങൾ രൂപപ്പെട്ടു. അവനിലെ ശാസ്ത്രജ്ഞൻ ഉണർന്നു. എഞ്ചിനീയറിംഗ് പ്രതിഭയെന്നും വ്യവസായ വിപ്ലവത്തിനു തുടക്കം കുറിച്ച കണ്ടുപിടുത്തക്കാരനെന്നും മഹാനായ ശാസ്ത്രജ്ഞനെന്നും ലോകം പുകഴ്ത്തുന്ന ജെയിംസ് വാട്ടിൻ്റെ കഥയാണ് ഈ പറഞ്ഞത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ജെയിംസ് വാട്ടിനെ പ്രശസ്തനാക്കിയത്. വ്യവസായ വിപ്ലവത്തിനു തിരികൊളുത്തിയത് ആ കണ്ടുപിടുത്തമായിരുന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച എഞ്ചിനീയർ എന്ന വിശേഷണം ജെയിംസിനു കിട്ടി. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാത്ത ഒരാളിനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർ എന്ന ബഹുമതി കിട്ടിയത്. ഒരുപക്ഷെ ലോകത്തിലെ മിക്കവാറും എല്ലാ മഹാന്മാരുടെയും കാര്യം ഇങ്ങനെയൊക്കെയാണ്. അവരൊക്കെ നമ്മളെപ്പോലെ ജീവിച്ചവരാണ്. അവരിൽ ആർക്കും പ്രത്യേക സിദ്ധികളൊന്നുമില്ലായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു മനസ്സും അധ്വാനിക്കാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും മഹാനാകാം.